തിരുവനന്തപുരത്ത് ഓടിയിരുന്ന വണ്ടിയാണിത്. തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വല്യമ്മ PR ശ്യാമള സാഹിത്യകാരിയായിരുന്നു. വല്യമ്മയുടെ ഒപ്പം ഞാൻ പോത്തങ്കോടാണ് വല്യച്ഛൻ്റെ വീട്. അപ്പോൾ കുമാരപുരത്തെ ഗണപതി അമ്പലം നിൽക്കുന്നില്ലേ ഇപ്പോൾ, ആ ആലിൻ്റെ അവിടെ ചെറിയൊരു ഗണപതി മാത്രമേ ഉണ്ട്. ആ ആലിൻ്റെ മൂട്ടിൽ നിന്ന് ഇതേപോലത്തെ ബസ്സിൽ കയറി ഞാൻ പോത്തങ്കോടേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ യാത്ര ചെയ്ത് കൂടുതലും അങ്ങനെയാണ്. ഇപ്പോൾ വല്യമ്മയുടെ കൂടെ പോകുമ്പം എന്നെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ വല്യമ്മയുടെ കയ്യെ പിടിച്ച് കുമാരപുരത്തെ ആൽമരത്തിൻ്റെ മൂട്ടിൽ നിൽക്കും. അവിടെ ഇതുപോലത്തെ ബസ് വരും, ഇതേ കളർ ബസ്. ഈ ബസ്സിൽ കയറി പോത്തങ്കോട് പോകും, പിന്നെ അതിൽ തിരിച്ചു വരും. അങ്ങനെയാണ് ഈ ബസ്സിൻ്റെ ഓർമ്മ. ഈ നിറം ഞാനാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ മാത്രമേ നമ്മളിൽ ഉണ്ടായിരുന്നുള്ളൂ. നിറം ഞാനാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഇതിൻ്റെ പേര് തന്നെ ബസ് ഗ്രീൻ എന്നാണ് ഈ നിറത്തിൻ്റെ പേര്. സർവീസ് ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് പേരൂർക്കട വരെ നമ്മൾ സർവീസ് നടത്തും. അതിൻ്റെ ഡിമാൻഡ് കണ്ടതിന് ശേഷം നമ്മളിത് ബഡ്ജറ്റ് ടൂറിസം പോലെ നമ്മളെ ഓപ്പൺ ഡബിൾ ഡെക്കർ പോലെ ഓടിക്കണോ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ കേരളത്തിൻ്റെ എവിടെ നിന്ന് വരുന്നവർക്കും KSRTC പഴയ നൊസ്റ്റാൾജിക് ഫീലിങ്ങോടുകൂടി യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യമാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ എഞ്ചിനൊക്കെ പുതിയതാണ്. വണ്ടിയെല്ലാം കണ്ടീഷനാണ്. വണ്ടി പൊല്യൂഷൻ എല്ലാ കാര്യങ്ങളും കൺട്രോളുണ്ട്. പക്ഷേ ബോഡി മാത്രം ഈ ഗ്ലാസ്സൊക്കെ മേളിൽ പോയി, പേര് നെയിം പ്ലേറ്റ് എല്ലാം ഇവിടുന്ന് പോയി. ഈ 2 കണ്ണാടിയുള്ള വണ്ടിയെ ഒറ്റ കണ്ണാടിയാക്കി മാറ്റിയത് 2001 ഞാനും മന്ത്രിയാകുമ്പോഴാണ്. എല്ലാ വണ്ടിയിലും ഒറ്റ ഗ്ലാസ്സായി. 2 ഗ്ലാസ്സായിരുന്നു അന്ന് വരെ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യണം പഴയ സാധനം. അതൊന്ന് ഏറ്റവും അഭിമാനകര കാര്യം, KSRTCയിലെ എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പാപ്പനംകോടെ ജീവനക്കാർ തന്നെയാണ് ഇതിനെ 2 മാസം കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മാറ്റി പുറകെ നോക്കിയാലും നിങ്ങൾ ഇതിനേക്കാളും വേറൊരു വ്യത്യസ്തമായ ഒരു വ്യൂ ആണ് പുറവശം കാണുന്നതിൻ്റെ. പിന്നെ പുറവശം ആ പഴമുണ്ട് അതുപോലെ. സൈഡിൽ ഷട്ടർ ഒഴിവാക്കി പകരം കർട്ടൻ ഇട്ടു. പിന്നെ സീറ്റ് പഴയ പോലത്തെ ഷേപ്പിലാക്കി. ഹെഡ് റെസ്റ്റ് ഒന്നുമില്ല. ഇതിൽ സീറ്റൊക്കെ കുറവാണ്. അങ്ങനെ ഉണ്ട്. സീറ്റിൻ്റെ എണ്ണമൊക്കെ കുറവാണ്. പക്ഷേ ഇപ്പോൾ കാല് നീട്ടിയൊക്കെ വയ്ക്കാം. വണ്ടിയുടെ ബാക്കും കാണണം. ബാക്കും ഇതുപോലെ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി ഇത് മാത്രം ഒന്ന് സിൽവർ ആക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇത് സിൽവർ ആയിരുന്നു നേരത്തെ. ഇങ്ങനെ പല്ലിങ്ങനെ ചിരിക്കുന്നതൊക്കെ തോന്നുമായിരുന്നു വണ്ടി കണ്ട. പല്ലിങ്ങനെ വെച്ചിട്ട് ചിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇത് സിൽവർ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ചിരിക്കുന്ന പോലെ തോന്നും. പഴയ പടങ്ങളെ കണ്ടില്ലേ ചിരിക്കാൻ. ഇതൊക്കെ ഇതിനകത്ത് ഈ റൂട്ടിൽ ഓടിക്കാൻ മാത്രമല്ല, ഇതിന് വേറൊരു ഗുണമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറയാം. കല്യാണങ്ങൾക്കൊക്കെ ഇതെടുത്തിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് വരനും വധുവൊക്കെ ആയിട്ട് പോകാൻ കൊള്ളാം. വേറെ ലുക്കല്ലേ ഈ സാധനം കണ്ട. അപ്പോൾ കല്യാണത്തിനൊക്കെ ഫോട്ടോഷൂട്ടിന് പിന്നെ പ്രീ വെഡ്ഡിങ് പരിപാടികളൊക്കെ ഉണ്ടല്ലേ, ആൽബം, അതൊക്കെ എടുക്കുന്നവർക്ക് ഷൂട്ട് ചെയ്യാൻ കൊള്ളാതെ. പെണ്ണും ചെറുക്കനും മാത്രം ഈ പഴയ വണ്ടിക്കകത്ത് കയറി പോകുന്നു. വരുമാനമൊക്കെ മെച്ചപ്പെടും, എല്ലാത്തിലും മെച്ചപ്പെടും. എന്ത് ചെയ്തതിനല്ല, ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങളെ CMDയുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ പ്രവർത്തനത്തിൽ നല്ല വ്യത്യാസം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുണ്ടാവും. ഇപ്പോൾ എങ്ങനെ KSRTC തുടർന്ന് പോകുന്നു അതുപോലെ ഒരു 1.5 വർഷം കൂടി തുടർന്ന് പോയാൽ KSRTC ഇന്ത്യക്ക് തന്നെ അഭിമാനമാകുന്ന ഒരു സർവീസായിട്ട് മാറും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. മാറ്റങ്ങളൊന്നും വരുത്താതിരിക്കുക. ഇപ്പോൾ തുടങ്ങിയ പരിഷ്കാരങ്ങളിൽ നിന്ന് പുറമോട്ട് പോകാതെ കഴിയുന്നെങ്കിൽ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ നോക്കുക എന്നുള്ളതേ. പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് പോകുക. അല്ലാതെ പഴയ നടത്തിയ ആശയം എല്ലാം കട്ട് ചെയ്തിട്ട് ഇനി ഒന്നേന്ന് പോയാൽ ഇത് ചിലപ്പോൾ റോക്കറ്റ് താഴോട്ട് വീഴുന്നതൊക്കെ വീഴും.